ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. 1. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവനും അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനും ആരെപ്പറ്റി ഓർക്കുന്നത് ആണ് അരോചകകരം ആയിരിക്കുന്നത്? ഉത്തരം മരണത്തെപ്പറ്റി. 2. ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ആരുടെ വിധിയാണ് സ്വാഗതാർഹം ആയിരിക്കുന്നത്? ഉത്തരം മരണത്തിൻ്റെ. 3. മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. ഏത്? ഉത്തരം മരണവിധി. 4. മ്ലേച്ഛ സന്തതികൾ ആരാണ്? ഉത്തരം പാപികളുടെ സന്താനങ്ങൾ. 5. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ്? ഉത്തരം മ്ലേച്ഛ സന്തതികൾ. 6. ആരുടെ സന്താനങ്ങളുടെ അവകാശം ആണ് നശിച്ചു പോകുന്നത്? ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ. 7. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം നിത്യനിന്ദയ്ക്ക് പാത്രമാകും. 8. ദൈവഭയം ഇല്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം മക്കൾ. 9. ദൈവഭയം ഇല്ലാത്ത പിതാവ് നിമിത്തം മക്കൾ അനുഭവിക്കുന്നത് എന്ത്? ഉത്തരം നിന്ദ. 10. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ആരുടേത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയം ഇല്ലാത്ത ജനത്തിൻ്റെ. 11. പൊടിയിലേക്ക് മടങ്ങുന്നത് ആര്? ഉത്തരം പൊടിയിൽ നിന്ന് വന്നവൻ. 12. ദൈവഭയം ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് പോകുന്നത് എവിടേക്കാണ്? ഉത്തരം നാശത്തിലേക്ക്. 13. മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ്? ഉത്തരം ശരീരനാശത്തെ പ്രതി. 14. പേരുപോലും മാഞ്ഞു പോകുന്നത് ആരുടേതാണ്? ഉത്തരം പാപികളുടെ. 15. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായത് ഏത്? ഉത്തരം സത്കീർത്തി. 16. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്, എന്നാൽ ശാശ്വതമായത് എന്താണ്? ഉത്തരം സത്കീർത്തി. 17. നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും എന്താണ്? ഉത്തരം നിഷ്പ്രയോജനമാണ്. 18. വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായത് ആര്? ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. 19. ആരുടെ മുമ്പിൽ ലജ്ജാഭരിതൻ ആകാനാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 20. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൽ രണ്ടാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ലജ്ജാശീലം. 21. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 23. 22. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം 2. 23. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്താണ്? ഉത്തരം മരണം. 24. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏതെല്ലാം? ഉത്തരം മരണം, ലജ്ജാശീലം. 25. പ്രഭാഷകൻ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ജെറുസലേംകാരനായ സീറാക്കിൻ്റെ മകൻ യേശു. 26. പ്രഭാഷകൻ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏതു ഭാഷയിൽ? ഉത്തരം ഹീബ്രു. 27. ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്ത്? ഉത്തരം അന്യോപദേശങ്ങളും ജ്ഞാനസമ്പൂർണമായ ഉപദേശങ്ങളും. 28. ഗ്രന്ഥരചന നടന്ന കാലഘട്ടം? ഉത്തരം BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. 29. ബൈബിളിലെ ഏതു ഗ്രന്ഥവുമായിട്ടാണ് ഈ പുസ്തകത്തിന് സാമ്യം?
ഉത്തരം സുഭാഷിതങ്ങളുമായി. 30. ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം എന്ത്? ഉത്തരം അറിവ് സമ്പാദിക്കുന്നതിൽ താൽപ്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്ത് നിയമമനുസരിച്ച് ജീവിക്കുന്നതിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കണം എന്നതാണ്. 31. ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സീറാക്കിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം എന്ന പേരിൽ. 32. 41 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. 33. സമ്പത്തിൻ്റെ മധ്യേ എങ്ങനെ ജീവിക്കുന്നവന് മരണം അരോചകമാണ്? ഉത്തരം സമാധാനപൂർവം. 34. അല്ലലില്ലാതെ എന്തെല്ലാമുള്ളവന് മരണം അരോചകമാണ്? ഉത്തരം എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്. 35. എന്ത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത്? ഉത്തരം രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ. 6. മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായി തോന്നുന്നത് ആർക്കൊക്കെ? ഉത്തരം ദരിദ്രൻ, ശക്തി ക്ഷയിച്ചവൻ, വൃദ്ധൻ, അല്ലൽ നിറഞ്ഞവൻ, സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ. 37. അല്ലൽ നിറഞ്ഞവന് സ്വാഗതാർഹമാകുന്നത് എന്ത്? ഉത്തരം മരണത്തിൻ്റെ വിധി. 38. സദാ നീരസം പ്രകടിപ്പിക്കുന്നത് ആര്? ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ. 39. മരണവിധിയെ ഭയപ്പെടേണ്ടവർ ഓർക്കേണ്ടത് എന്തെല്ലാം? ഉത്തരം മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. 40. ആർക്കുള്ള കർത്താവിൻ്റെ തീർപ്പാണ് മരണം? ഉത്തരം മർത്യവർഗത്തിന്. 41. ഡാഷ് ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും? ഉത്തരം അത്യുന്നതൻ്റെ. 42. ആയുസ് 10 100 1000 വർഷം ആയിക്കൊള്ളട്ടെ, അതേപ്പറ്റി ചോദ്യമില്ല. എവിടെ? ഉത്തരം പാതാളത്തിൽ. 43. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ഉത്തരം പാപികളുടെ. 44. ആരുടെ അവകാശമാണ് നശിച്ചു പോകുന്നത്? ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ. 6. നിങ്ങൾക്കു കഷ്ടം എന്ന് ആരെ അഭിസംബോധന ചെയ്ത് പറയുന്നു? ഉത്തരം ദൈവഭയമില്ലാത്ത ജനത്തെ. 47. നിങ്ങൾ ശാപത്തിലാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ആരാണ് നിങ്ങൾ? ഉത്തരം ദൈവഭയമില്ലാത്ത ജനം. 49. 41:10 പ്രകാരം എവിടെ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു? ഉത്തരം പൊടിയിൽ നിന്ന് വന്നവൻ. 50. ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആര്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. 1. എന്തിനു പ്രതി മനുഷ്യർ വിലപിക്കുന്നു? ഉത്തരം ശരീരനാശത്തെ പ്രതി.